ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇതൊരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന ഒരു ഗെറ്റ് റെഡി വിത്ത് മീ ആണ്. ആദ്യം ഞാനൊരു ലിപ് ബാം ആണ് ഇട്ടത്. ഇതൊരു PH ലിപ് ബാം ആണ്. അതിൻ്റെ ഞാനൊരു ഷോട്ട് പോലെ ചെയ്യാം. അതിനുശേഷം ഇത് കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ കവർ നോക്കണ്ട, കുറച്ച് വൃത്തികേടായിട്ടിരിക്കുകയാണ്. കാരണം എൻ്റെ അനിയത്തി ഇവിടെ ഉണ്ടായിരുന്നു. അവളൊരു സാധനം ഇങ്ങനെ സൂക്ഷിച്ച് അങ്ങനെ വെക്കില്ല. അവൾ കുറച്ച് മെസ്സായിട്ടേ വെക്കത്തുള്ളൂ. അത് നമുക്ക് പറഞ്ഞ് കാര്യമില്ലാത്തതുകൊണ്ട് ഞാനത് വിട്ടു. എന്തായാലും കുറച്ച് മോയ്സ്ചറൈസർ അതിനകത്ത് ബാലൻസ് ഉണ്ടായിരുന്നു. അത് ഡോട്ട് ആൻഡ് ഗീയുടെ ആയിരുന്നു. അതെടുത്തിട്ട് നമ്മൾ ഫേസിൽ നല്ല രീതിക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആയിട്ട് അപ്ലൈ ചെയ്ത് കൊടുത്തോളാം. കൈ ഒന്ന് ചെറുതായിട്ട് റബ്ബ് ചെയ്തിട്ട് നമ്മൾ ഫേസിൽ അപ്ലൈ ചെയ്യുവാണെന്നുണ്ടെങ്കിൽ ആ ഒരു ചെറിയ ചൂട് നമ്മുടെ ഫേസിൽ കിട്ടുമ്പോൾ ആ മോയ്സ്ചറൈസറും ആ ഒരു ചെറിയ ചൂടും ഒക്കെ കൂടെ അടിപൊളിയായിരിക്കും. ചെറിയൊരു ഗ്ലോ നമുക്ക് അപ്പം തന്നെ കിട്ടും. ഇതൊരു ഹാക്ക് പോലെയൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ചെറിയൊരു ടിപ്പായിട്ട് വെച്ചോളൂ. എന്തായാലും നല്ല രീതിയിൽ മസാജ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. മോയ്സ്ചറൈസർ എപ്പോഴും കുറച്ചൊന്ന് മസാജ് ചെയ്ത് നമ്മുടെ ഫേസിലേക്ക് ഒന്ന് ആ അബ്സോർബ് ചെയ്യുന്ന വരെ ഒന്ന് മസാജ് ചെയ്തുകൊണ്ടിരുന്നാൽ വളരെ നല്ലതാണ്. സെയിം തന്നെ ഒരു ഡോട്ട് ആൻഡ് ഗീയുടെ ഒരു സൺസ്ക്രീൻ ആണ് ഞാൻ എടുക്കുന്നത്. ഇതൊരു ലിക്വിഡ് സൺസ്ക്രീൻ പോലത്തെ ഒരെണ്ണമാണ്. SPF 50 ഉണ്ട്, PA+++ ഒക്കെ ഉണ്ട്. നല്ലൊരു സൺസ്ക്രീൻ ആണിത്. ഇതിൻ്റെ റിവ്യൂ ഒന്നും ഞാൻ ഇതുവരെ ചെയ്തിട്ടില്ല. ഞാനിപ്പോൾ ആക്ച്വലി നോക്കിക്കൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. ആ ഒരു വീഡിയോ എടുക്കുന്ന ടൈമിൽ ഞാനിത് രണ്ടാമത്തെ തവണയോ മൂന്നാമത്തെ തവണയോ എങ്ങാണ്ട് യൂസ് ചെയ്യുന്നേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രോപ്പർ റിസൾട്ട് എനിക്ക് അറിയുണ്ടായിരുന്നില്ല. ബട്ട് ഇപ്പോൾ അതിന് നല്ലൊരു പറയത്തക്ക റിവ്യൂ പറയാൻ പാകത്തിനുള്ള ഒരു കുറച്ച് ദിവസങ്ങൾ ഞാനത് ഉപയോഗിച്ച് കഴിഞ്ഞു. സോ ഞാൻ ഉടനെ തന്നെ ഒരു റിവ്യൂ ചെയ്യാം. അടുത്തത് ഞാൻ ഫൗണ്ടേഷനാണ് അപ്ലൈ ചെയ്യുന്നത്. ഇത് ഞാനൊരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ റെഡി ആയിക്കൊണ്ടിരിക്കുന്നത്. ഫൗണ്ടേഷൻ നമ്മുടെ മേബിലിൻ്റെ ഒരു ഫൗണ്ടേഷനാണ്. എൻ്റെ പേര് ഞാൻ കൃത്യമായിട്ട് ഓർക്കുന്നില്ല. നിങ്ങൾക്ക് ആവശ്യമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് അതൊന്ന് ആ വീഡിയോ ഒന്ന് പൗസ് ചെയ്തൊന്ന് നോക്കിയാൽ മതി, ക്ലിയറായിട്ട് കാണാം. പിന്നെ എനിക്ക് ഈ ഒരു ഫൗണ്ടേഷൻ ഒരു ഡീമെറിറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്ത്, നമ്മൾ മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാണ്ട് ഈ ഫൗണ്ടേഷൻ എവിടെയെങ്കിലും ഇങ്ങനെ ഡോട്ട് ഇട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഡോട്ട് അവിടെ തന്നെ വെച്ച് ഉണങ്ങിപ്പോവും. പിന്നെ ഭയങ്കര പാടായിരിക്കും. അത് അങ്ങനെ തന്നെ ഇരുന്ന് പോകും കേട്ടോ. കാരണം ഇത് 24 hours അങ്ങനെ സ്റ്റേ ചെയ്യുന്നൊരു സ്റ്റേ ആണോ പറയുന്നത്, എന്തായി എന്താണെങ്കിലും 24 മണിക്കൂർ നമ്മുടെ മുഖത്ത് തേച്ചിട്ടുണ്ടെങ്കിൽ ഇരിക്കും എന്ന് പറയുന്ന ഒരു ഫൗണ്ടേഷനാണ്. അപ്പോൾ അത് നമ്മൾ ഡോട്ട് ഇട്ട് വാങ്ങുമ്പം ഫൗണ്ടേഷൻ അറിയത്തില്ലല്ലോ. നമ്മൾ ഡോട്ട് ഇപ്പം മായ്ക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അത് സ്പ്രെഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളതാണ്, അല്ലെങ്കിൽ അത് നമ്മളിപ്പോൾ തന്നെ ആക്കുമെന്ന് അതിനറിയില്ലല്ലോ. അതുകൊണ്ട് അത് അപ്പം തന്നെ അവിടെ ഒട്ടിപ്പോകും. സോ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. പിന്നെ ഞാനൊരു കൺസീലർ യൂസ് ചെയ്യുന്നുണ്ട്. സ്വിസ് ബ്യൂട്ടിയുടെ കൺസീലറാണ്. ആവശ്യമുള്ള സ്ഥലത്ത് മാത്രം ഡോട്ട് ഇടുക. അതിനുശേഷം അത് നമ്മുടെ ആ ഒരു ഫിംഗർ വെച്ചിട്ട് ഒന്ന് ഡിപ്പ് ചെയ്ത് വെച്ചിട്ട് ഉരച്ചാൽ ഭയങ്കര വൃത്തികേടായിരിക്കും. പ്രത്യേകിച്ച് നമ്മൾ കൺസീലർ നിങ്ങൾ എടുക്കുന്ന സമയത്ത് ഒന്നെങ്കിൽ നിങ്ങളുടെ സ്കിൻ കളർ തന്നെ എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കളറിനേക്കാളും ഒരു ഷെയ്ഡ് ഡാർക്കൺ അല്ലെങ്കിൽ 1-2 ഷെയ്ഡ് ഡാർക്കൺ ആയിട്ട് എടുക്കുന്നതായിരിക്കും ബെസ്റ്റ് എന്ന് പറയുന്നത്. ഞാനിപ്പോൾ എടുത്തിരിക്കുന്ന ഒരു 1-2 ഷെയ്ഡ് ഡാർക്കൺ ആയിട്ടുള്ള ഒരു ഷെയ്ഡായി എടുത്തേക്കുന്നത്. അതായിരിക്കും ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളെക്കാളും കുറച്ച് വൈറ്റ് ആൻഡ് ഭയങ്കരമായിട്ട് വെളുത്തിരിക്കുന്ന ഒരു ഭയങ്കര നമ്മുടെ ഷെയ്ഡിനേക്കാളും ബ്രൈറ്റ് ആയിട്ടുള്ള ഷെയ്ഡാണെങ്കിൽ നമ്മളങ്ങ് ഡാർക്കായി പോകും. അത് ഇട്ട് വരുമ്പോൾ നമ്മുടെ മേക്കപ്പ് എല്ലാം കഴിഞ്ഞ് വരുമ്പോൾ അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ഇനി ഞാൻ ഈ കൺസീലർ ഇട്ട് കഴിഞ്ഞിട്ട് ഈ ചെയ്യുന്ന പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് പൊതുവേ അങ്ങനെ ആൾക്കാർ ചെയ്യാറില്ലാത്തൊരു കാര്യമാണ്. ഇത് നോർമലി ആൾക്കാർ തിരിച്ചായിരിക്കും ചെയ്യുന്നത്. പക്ഷേ ഞാൻ കുറച്ച് വെറൈറ്റി ആയതുകൊണ്ട് ഞാൻ ചെയ്യുന്ന രീതി കുറച്ച് ഡിഫറെൻ്റാണ്. എൻ്റെ ഒരു ഫേസിന് പറ്റുന്ന കാര്യങ്ങളാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. നിങ്ങളിത് ട്രൈ ചെയ്ത് നോക്കിയോ, ഇതെന്തായാലും ചീറ്റി പോകത്തില്ല. അക്കാര്യത്തിൽ നിങ്ങൾക്ക് ഗ്യാരണ്ടിയാണ് കേട്ടോ. ആദ്യം നമ്മൾ ഫൗണ്ടേഷൻ ഇട്ടു, അതിനുശേഷം കാണുന്ന ആ ഒരു മാർക്കുകൾ മാത്രം നമ്മൾ ഹൈഡ് ചെയ്യാൻ വേണ്ടി കൺസീൽ ചെയ്തു. എന്നിട്ട് സെയിം തന്നെ ഫൗണ്ടേഷൻ എടുത്തിട്ട് നമ്മൾ അതിനെ ഒന്ന് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കും. അപ്പോൾ ഒന്ന് നിങ്ങൾ തന്നെ നോക്കിക്കോളൂ കേട്ടോ. കറക്റ്റ് ആ ഒരു മാർക്കും പോകും, നമ്മുടെ ഫേസുമായിട്ട് അത്രയ്ക്ക് ടാലിയായി പൊക്കോളും. അടിപൊളി ഒരു സംഗതിയാണ് കേട്ടോ. എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടുള്ള ഒരു ഹാക്കാണ്. ഞാൻ 2-3 തവണ ചെയ്തപ്പോൾ തന്നെ എനിക്ക് ഇത് അബദ്ധത്തിൽ എന്തോ ഞാൻ ചെയ്തു പോയൊരു സാധനമാണ്. എന്തോ ചെയ്തപ്പോൾ കൺസീലർ ഇടാൻ മറക്കുമോ അല്ലെങ്കിൽ ഫൗണ്ടേഷൻ ഇടാൻ മറക്കുമോ അങ്ങനെ എന്തോ ചെയ്തപ്പോൾ അബദ്ധത്തിൽ കിട്ടിയ ഒരു കാര്യമാണ്. അല്ലാണ്ട് ബുദ്ധി ഉപയോഗിച്ച് ഞാൻ കൂലങ്കർഷമായിട്ട് ചിന്തിച്ചെടുത്ത ഒരു സാധനം അല്ല. അതിനുള്ള ബുദ്ധി എനിക്കുണ്ടെന്ന് എനിക്ക് തോന്നണില്ല. എന്തായാലും കണ്ടോ, മൊത്തത്തിൽ ആ ഒരു ലുക്ക് അങ്ങനെ മാറി, നമുക്ക് ക്ലിയർ ആയിട്ട് മനസ്സിലാവും. പിന്നെ ഞാൻ ചെയ്യാൻ പോകുന്ന ഐബ്രോ ആണ്. ഐബ്രോയുടെ ഈ ഒരു മാൾസിൻ്റെ ഐബ്രോ പാലറ്റാണ് ഞാൻ എടുത്തേക്കുന്നത്. സത്യം പറയാലോ, മറ്റേ വെറുത്ത് കുട്ടിശങ്കറിനെ അവസാനം ഇഷ്ടപ്പെട്ടു എന്നൊക്കെ പറഞ്ഞിട്ടൊരു ഡയലോഗ് ഉണ്ടല്ലോ, അതുപോലെ പറയേണ്ടി വരും ശരിക്കും പറഞ്ഞാൽ. ഈ ഒരു ഐബ്രോ പെൻസിലിനെ ശരിക്കും എനിക്കിത് ഒട്ടും ഇഷ്ടമില്ലായിരുന്നു. കാരണം ഇത് എഴുതിയിട്ടുണ്ടെങ്കിൽ ഉണ്ടല്ലോ മറ്റേ പിള്ളേച്ചൻ്റെ കണക്ക് ഇരിക്കും. ഒരു തരത്തിലും ഇത് ശരിയാവുന്നില്ലായിരുന്നു കേട്ടോ. ഭയങ്കര പാടായിരുന്നു. ഈ ബ്രഷിൻ്റെ അങ്ങേപ്പുറത്തെ സൈഡിൽ ഒരു നമ്മുടെ മാച്ച് ബോക്സിൻ്റെ ഒരു ഇതുണ്ടല്ലോ, തീപ്പെട്ടിക്കൊള്ളീൻ്റെ പോലെ ഒരു അറ്റമായിരിക്കുന്നത്, അതിൻ്റെ മഷി പോലെ. അതെന്തിനാന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. അത് വെച്ച് ഞാനൊന്ന് എഴുതിയിട്ട് എൻ്റെ പൊന്നേ എനിക്ക് എത്ര ദിവസം പണി കിട്ടിയിട്ടുണ്ടെന്ന് അറിയാമോ.
അങ്ങനെ ഒരു കഥനകഥയുള്ളൊരു ഐബ്രോ പാലറ്റാണ് അത്. എന്തായാലും എനിക്ക് ഇപ്പോൾ അതിന് ഇഷ്ടമാണ്. അതിനുശേഷം ഞാൻ ഹിമാലയയുടെ ഒരു കാജൽ എടുത്തിട്ടാണ് കണ്ണെഴുതുന്നത്. താഴെ മാത്രമേ എഴുതി കൊടുക്കുന്നുള്ളൂ, കാരണം മുകളിലും കൂടെ എഴുതിയാൽ കുളമാകും. ഒന്നാമത്തെ കാര്യം ഈ ഇങ്ങനത്തെ ഈ മീൻസ് കാജലൊക്കെ യൂസ് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം, അതങ്ങ് തീരാറാകുമ്പോഴത്തേനും ഒരുമാതിരി പരന്നായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ നമ്മൾ എഴുതി വരുമ്പോൾ അവിടെ ഇവിടെ എല്ലാം കൂടി ആകും. ഞാൻ പിന്നെ ഇതിന് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമായിരിക്കും, ഞാനൊരു പെൻസിൽ ബ്രഷ് എടുത്തിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നല്ലതാണ്. നിങ്ങളുടെ കയ്യിൽ അങ്ങനത്തെ ഒരു ബ്രഷ് ഉണ്ടെങ്കിൽ അങ്ങനെ ആ രീതിക്കൊന്ന് താഴെ നമ്മൾ കണ്ണെഴുതിയിട്ട് അതൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും കേട്ടോ. നല്ല ഫിനിഷിങ് കിട്ടും. പിന്നെ നമ്മൾ ജസ്റ്റ് ഐബ്രോ മീൻസ് കണ്ണിലും താഴത്ത് കൂടെ ഐലൈനർ ഒന്ന് ചെറുതായിട്ടൊന്ന് വരച്ചു കൊടുത്താൽ മതി. അടിപൊളിയായിട്ട് നമ്മുടെ സ്മച്ച് പ്രൂഫ് ആയിട്ട് ഇരുന്നോളും കേട്ടോ. ഞാൻ എടുത്തിരിക്കുന്നത് ലാക്മിയുടെ ഒരു ഐലൈനർ ആയിരുന്നു. അത് എല്ലാവർക്കും അറിയാവുന്ന ഒരു ഐലൈനറാണ്. വർഷങ്ങൾക്ക് മുന്നേ തൊട്ട് പലരും യൂസ് ചെയ്യുന്ന സാധനമാണ്, ഇപ്പോഴും യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. നമ്മൾ ഏതൊക്കെ ഒരു ഐലൈനറിലോട്ട് അല്ലെങ്കിൽ ജെൽ ഐലൈനർ അങ്ങനെ ഏതിലോട്ട് പോയാലും അവസാനം വന്നിട്ട് നമ്മുടെ ഒരു കംഫർട്ടബിൾ ഒരു അങ്ങനത്തെ ഒരു സാധനമായിരിക്കും അത്. കൂടുതൽ ഞാൻ പറഞ്ഞു കുളവാക്കുന്നില്ല. അടുത്തത് മേബിലിൻ്റെ ഒരു മസ്കാരയാണ് ഞാൻ എടുത്തേക്കുന്നത്. ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, എൻ്റെ ഒരു ഫേവറേറ്റ് മസ്കാരയാണിത്. അടിപൊളി സാധനമാണ്. ഇത് വോളിയം തോന്നാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്. കുറച്ച് മസ്കാര 2 ടൈപ്പ് ഉണ്ട്. നമ്മുടെ ലാഷസിന് നീളം തോന്നാനും അതുപോലെ വോളിയം തോന്നാനും. ഇത് വോളിയം തോന്നാനായിട്ടുള്ള ഒരു സാധനമാണ്. താഴത്തും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ എന്തിനാണെന്ന് അറിയത്തില്ല, കണ്ണെഴുതുമ്പോഴും അതുപോലെ മസ്കാര ഇടുന്ന സമയത്തൊക്കെ നമ്മുടെ മുഖമൊക്കെ വേറൊരു രീതിയിലായിരിക്കും ഇരിക്കുന്നത്. അപ്പോൾ അടുത്തതെന്ന് പറയുന്നത് ലിപ് ബാമാണ്. ലിപ് ബാം നമ്മൾ ഓൾറെഡി ഇട്ടായിരുന്നു. ലിപ് ലൈൻ ചെയ്യാണ്. ലിപ് ബാം ഇട്ടിട്ട് ലിപ് ലൈൻ ചെയ്യുമ്പോൾ നല്ലതാണ് കേട്ടോ. അപ്പോൾ തെളിയും. അല്ലെങ്കിൽ ഈ ഒരു ലിപ് ലൈനർ തെളിയത്തില്ല കേട്ടോ. ഭയങ്കര ഒരു കട്ടിയുള്ള സാധനമാണിത്. പക്ഷേ ഇതൊരു എൻ്റെ ചുണ്ടുമായിട്ട് മാച്ചിങ് ആവുന്ന ഒരു ലിപ് ലൈനർ ആയതുകൊണ്ട് ഞാൻ അതിൻ്റെ ആ ഒരു പോരായ്മ ആയാലും കുഴപ്പമില്ല, സാരില്ല എന്ന് പറഞ്ഞ് ഞാൻ കൊണ്ടു നടക്കുന്ന സാധനമാണ്. കുറേ ആഞ്ഞാഞ്ഞ് വരച്ചാൽ മാത്രമേ അതൊന്നും തെളിയത്തുള്ളൂ കേട്ടോ. അല്ലെങ്കിൽ അതിന് ഭയങ്കര ഗമയാണ്, തെളിയില്ല. എനിക്ക് മുകളിലത്തെ ചുണ്ട് വളരെ കുറവായതുകൊണ്ട് ലിപ് ലൈൻ ചെയ്തിട്ട് ഞാൻ ലിപ്സ്റ്റിക്ക് ഇടുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഡിഫൈൻ ചെയ്ത് ലിപ്പ് കിട്ടും. ഇല്ലയെന്നുണ്ടെങ്കിൽ അത്രയ്ക്കൊരു ഇത് കിട്ടില്ല. ചിലപ്പോൾ ഇട്ട് വരുമ്പോൾ ശരിയാവും, ചിലപ്പോൾ ഇട്ട് വരുമ്പം ചുണ്ടിൻ്റെ വെളിയിലൊക്കെ ആയിട്ടുണ്ടെങ്കിൽ ആകെ കോമഡി ആയിരിക്കും. അതുകൊണ്ട് ഞാൻ എന്തെങ്കിലും ഒരു അത്യാവശ്യത്തിന് വേണ്ടിയിട്ട് കുറച്ച് മെനയിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഞാൻ ലിപ് ലൈൻ ചെയ്തതിന് ശേഷം മാത്രമാണ് ലിപ്സ്റ്റിക്ക് ഇടത്തുള്ളൂ. ഇതൊരു മൈഗ്ലാമിൻ്റെ ഒരു ലിപ്സ്റ്റിക്കാണ് കേട്ടോ. ഇതെൻ്റെ ഫ്രണ്ട് അമലു അവളെനിക്ക് തന്ന ലിപ്സ്റ്റിക്കാണ്. അവൾക്ക് ഈ ഷെയ്ഡ് അത്ര പറ്റില്ല, അതുകൊണ്ട് അവൾ എനിക്ക് തന്ന ലിപ്സ്റ്റിക്കാണ്. അപ്പോൾ ഇതും വേറെ ഒരു ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്തിട്ടാണ് ഞാൻ ചെയ്യുന്നത്. കാരണം ഇത് മാത്രമായിട്ട് ഇടാനുള്ളൊരു അതെനിക്ക് തോന്നിയില്ല. ആ ഒരു ലുക്കിന് കുറച്ചും കൂടി വേറൊരു ഷെയ്ഡ് വേണം എന്ന് എനിക്ക് തോന്നി. അപ്പോൾ മിക്സ് ചെയ്തിട്ടാണ് ഞാനിപ്പോൾ എപ്പോഴും ചെയ്യുന്നത്. ഞാൻ ഒരു ലിപ്സ്റ്റിക്ക് മാത്രമായിട്ട് ഇപ്പോൾ ഞാൻ ഇടാറേ ഇല്ല കേട്ടോ. 3-4 എണ്ണമൊക്കെ മിക്സ് ചെയ്ത് വരുന്നൊരു പുതിയ കളർ കണ്ടുപിടിച്ച് അത് വെച്ചിട്ടാണ് ഞാൻ ഇടുന്നത്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. ഇത് ലാക്മിയുടെ ഒരു ലിക്വിഡ് ലിപ്സ്റ്റിക്കാണ് രണ്ടാമത് ഞാൻ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. ലിക്വിഡ് ലിപ്സ്റ്റിക്കും ബുള്ളറ്റ് ലിപ്സ്റ്റിക്കും കൂടെ മിക്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിരിക്കും കേട്ടോ. അടിപൊളിയായിരിക്കും. നമ്മൾ 2 ബുള്ളറ്റ് ലിപ്സ്റ്റിക്ക് തന്നെ മിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഭയങ്കര ശോകമായിരിക്കും. അതുപോലെ 2 ലിക്വിഡ് തന്നെ മിക്സ് ചെയ്താലും ശോകമായിരിക്കും. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്യുവാണെങ്കിൽ മീൻസ് ലിക്വിഡും ബുള്ളറ്റും കൂടെ എടുക്കുവാണെങ്കിൽ അടിപൊളിയായിരിക്കും. ലാസ്റ്റ് ഞാൻ ഒരു പൊട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അവസാനം ചെയ്തിരിക്കുന്നത് ഇൻസൈറ്റിൻ്റെ ഒരു ബ്ലഷ് എടുത്തിട്ട് ചുമ്മാ ചിരിച്ചിട്ട് നമ്മുടെ കവിളിൽ പറഞ്ഞ് കണ്ണാടി നോക്കി നിന്നോ എന്താണ്ട് ചെയ്ത് ഞാൻ തേച്ചത് എവിടെയോ മാറിപ്പോയിട്ടുണ്ട്. എന്നാലും സാരമില്ല. ബാലൻസ് വരുന്നത് ഞാൻ എപ്പോഴും മൂക്കിൽ തേക്കും കേട്ടോ. മൂക്കിൽ ജോക്കറിൻ്റെ കണക്കിന് ഇരിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ബാലൻസ് വരുന്നത് തേക്കുന്നത്, അല്ലെങ്കിൽ ശരിക്കും ജോക്കറായി പോകും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എനിക്ക് ബ്ലഷ് ഇടുന്നത് വീഡിയോസിന് വേണ്ടിയിട്ട് ഞാൻ എന്തെങ്കിലും ഗെറ്റ് റെഡി ചെയ്യുവാണെങ്കിൽ മാത്രമേ ഞാൻ ബ്ലഷ് അങ്ങനെ ഇടാറുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ബ്ലഷ് ഒന്നും ഇടാറില്ല. ഇതാണ് എൻ്റെ ഫൈനൽ ലുക്ക് എന്ന് പറയുന്നത്. ഞാൻ ആ കേളി ഹെയറിന് ചെയ്ത ആ ഒരു വീഡിയോയ്ക്ക് വേണ്ടി ഇൻട്രോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇത്രയും റെഡി ആയത്. എനിക്ക് ഈ ലുക്ക് ഇഷ്ടപ്പെട്ടായിരുന്നു. ഞാൻ കമ്മലൊന്നും ഇട്ടിട്ടില്ലെങ്കിലും എനിക്ക് ഈ ലുക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേറെ വീഡിയോ ആയിട്ട് കാണാം. ടിൽ ദെൻ ബൈ.